ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു സഹാബിയാണ് അദ്ദേഹം. ഹജ്ജത്തുൽ വദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അദ്ദേഹവും നബിയുടെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. മക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, രോഗം മൂർച്ഛിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ഹത്താ അഷ്ഫൈതു വലൽ മൗത്തി, ഞാൻ മരണത്തെ മണത്തു, മരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ രോഗിയായി രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. റസൂലിന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഇന്നി ഖദ് ബലഗനി മിനൽ വജ്ഇ മാ തറ, താങ്കൾ കാണുന്നത് പോലെ ഞാൻ വല്ലാത്ത രോഗിയാണ്, ഇനി കൂടുതൽ ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വാനദൂമാലി, ഞാനാണെങ്കിൽ വലിയൊരു സമ്പന്നനാണ്, ധാരാളം സമ്പത്ത് എനിക്കുണ്ട്. വലാ യരിസുനി ഇല്ല ബനത്തുല്ലി വാഹിദ, എനിക്കൊരു മകള് മാത്രമേ എൻ്റെ അനന്തരാവകാശിയായിട്ടുള്ളൂ. സമ്പത്ത് ധാരാളമുണ്ട്, ഒരു മകള് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ആഫാ തസദ്ദഖു ബി സുലസൈ മാലി, എൻ്റെ സമ്പത്തിന്റെ 2/3 ഞാൻ സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അത് വേണ്ട. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്നാ ബി ശത്രി മാലി, പകുതി സദക്ക ചെയ്തോളട്ടെ, ഒരു മകളല്ലേ ഉള്ളൂ, അവൾക്ക് പകുതി മതിയല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞില്ല, വേണ്ട. അപ്പൊ ചോദിച്ചു, ഫസുലുസു, എന്നാൽ 1/3 സദക്ക ചെയ്തിട്ട് 2/3 മകൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസുലുസു, 1/3. ഫസുലുസു കസീർ, 1/3 തന്നെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 1/1 അനുവാദം കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം കൂടി റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക്കാൻ തദറ വറസത്തക അഗ്നിയ ഖൈറും മിൻ തദറഹും ആലത്തൻ യതകഫഫൂന നാസ്. സഅദേ, നിന്റെ അനന്തരാവകാശികളെ നീ സ്വയം പര്യാപ്തരായിട്ട് നീ മരിച്ചു പോവുക എന്നുള്ളതാണ്, അവർക്ക് കാര്യമായി ഒന്നും കൊടുക്കാതെ നീ മരിച്ചു പോവുകയും നിന്റെ മരണശേഷം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടി നടക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് അവരെ സ്വയം പര്യാപ്തരായിട്ട് നീ മരിച്ചു പോകലാണ് എന്നുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു. തുടർന്ന് ഇങ്ങനെ പറഞ്ഞു, ഇന്നക ലൻ തുൻഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, നീ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് എന്ത് ചെലവ് ചെയ്താലും നിനക്ക് അള്ളാഹു കൂലി തരും. ഹത്താ മാ തജല ഫീ ഫമിംറഅതിക, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും അള്ളാഹു നിനക്ക് കൂലി തരും. നീ കൂലി കിട്ടാനാണല്ലോ സദക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചത്. സമ്പത്ത് കൂലി കിട്ടാൻ അന്യർക്ക് കൊടുക്കണമെന്നില്ല, നിന്റെ ഭാര്യയ്ക്ക് കൊടുത്താലും കൂലിയുണ്ട്, നിന്റെ മക്കൾക്ക് കൊടുത്താലും കൂലിയുണ്ട്. കൂലി കിട്ടാനാണെങ്കിൽ എല്ലാം സദക്ക ചെയ്യേണ്ട കാര്യമില്ല, ഭാര്യയ്ക്കും മക്കൾക്കും നീ ബാക്കിയാക്കി വച്ചു പോകുന്നതിനും അള്ളാഹു കൂലി തരുമെന്ന് കൂടി സഅദിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ മനസ്സിലാക്കി തരുന്നൊരു കാര്യം, പ്രതിഫലം എന്നുള്ളത് നമ്മുടെ കുടുംബത്തിന് ചെലവഴിക്കുന്നതിലുണ്ട്. അതുകൊണ്ട് കുടുംബത്തിന് കിട്ടേണ്ട, അനന്തരാവകാശികൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് സദക്ക ചെയ്യുന്നത് പോലും നല്ലതല്ല. അതുപോലും പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുകയാണ്. സമാനമായ മറ്റൊരു സംഭവം ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാള് റസൂലിന്റെ കാലത്ത് അദ്ദേഹത്തിന് 6 അടിമകളുണ്ട്, വേറൊരു സമ്പത്തുമില്ല. ഇദ്ദേഹം മരണാസന്നനായ സമയത്ത് 6 അടിമകളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വതന്ത്രരായി, അതിന് വിലയില്ല. അടിമയായിരിക്കുമ്പോഴേ വിൽക്കാനും വാങ്ങാനും വില കിട്ടുള്ളൂ. 6 അടിമകളെ മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവകാശികൾക്ക് ഒന്നുമില്ല. ഈ വിവരം റസൂൽ അറിഞ്ഞു. റസൂൽ ദേഷ്യപ്പെട്ടു അദ്ദേഹത്തോട്. എന്നിട്ട് റസൂൽ ഇങ്ങനെ പറഞ്ഞു, ലക്കത് ഹമംതു അല്ലാ ഉസല്ലി അലൈഹി, അവൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കേണ്ടെന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. അങ്ങനെ കൂടി പറഞ്ഞു. എന്നിട്ട് റസൂൽ 6 അടിമകളെയും വിളിച്ചു വരുത്തിയിട്ട് 3ആയി തിരിച്ചു, 2, 2, 2 എന്ന് 3ആയി തിരിച്ചിട്ട് നറുക്കിട്ടു. ആദ്യം നറുക്ക് കിട്ടിയ 2 അടിമകളെ മാത്രം മോചിപ്പിച്ചു, ബാക്കി 4 പേരെ റസൂൽ സ്വതന്ത്രരായി വിട്ടു. അപ്പൊ 1/3 വസിയത്ത് നടപ്പിലാക്കി, 2/3 റസൂലുള്ള അവകാശികൾക്ക് വേണ്ടി അനന്തരസ്വത്ത് നിലയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പൊ വസിയത്താണെങ്കിലും സദഖയാണെങ്കിലും അനന്തരാവകാശം കിട്ടേണ്ട ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ കുറച്ചുകൊണ്ടുള്ള വസിയത്ത് സ്വീകാര്യമല്ല. 3/1 കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. മഅറൂഫ് ആയിരിക്കണമെന്ന ഗുണം, വസിയത്ത് മഅറൂഫ് ആയിരിക്കണം, അഥവാ 3/1 കൂടാൻ പാടില്ല. അതുപോലെ ദരിദ്രരെ അവഗണിച്ചുകൊണ്ട് ധനികന്മാർക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. ആവശ്യക്കാരനെ മാറ്റി നിർത്തി ആവശ്യമില്ലാത്തവന് വസിയത്ത് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പാലിക്കുമ്പോഴാണ് വസിയത്ത് സാധുവായി തീരുക. അള്ളാഹു സമ്പത്തിൽ സൂക്ഷ്മത പുലർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.